മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ, എസ്.പിമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണയും ഒരുക്കുക. ഒപ്പം പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും ഉണ്ടായിരിക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി കാലേക്കൂട്ടി ഒരുക്കങ്ങൾ നടത്തുന്നതിനും നടത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാരും ഇരു ജില്ലകളിലെയും എസ്.പിമാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അന്തർ സംസ്ഥാന യോഗം ചേർന്നത്. മുൻകാലത്തിലേതുപോലെ തന്നെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചാണ് ഇത്തവണയും മണ്ഡലകാല ഒരുക്കങ്ങൾ നടത്തുക. ഭക്തർ അധികമായിട്ടെത്തിയാൽ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളും ഒപ്പം അയ്യപ്പ ഭക്തർക്ക് കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളടക്കം നൽകുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരു കാര്യം കൂടെ, നമ്മുടെ രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെയും രണ്ട് സ്റ്റേറ്റിൻ്റെയും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് PRD ഇതാവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള ഇൻഫർമേഷൻ അതാത് സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്നതിനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ഭക്തർ കാനനപാതയിലൂടെ അടക്കം കടന്നു പോകുമ്പോൾ വനമേഖലയിൽ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കണമെന്നും തേനി കളക്ടറും വ്യക്തമാക്കി. கேரளா அண்ட் தமிழ்நாடு சைடில் நல்லா எஃபர்ட் எடுக்கிறோம். ஸோ பக்தர்கிட்ட நம்ம என்னோடய ரிக்வெஸ்ட் இருக்குது, இது எல்லாமே க்ரீன் ஜோன் மாதிரி ஏரியா இருக்குது. ஸோ எல்லா பக்கத்தில் ஃபாரஸ்ட் ஏரியா இருக்குது, நடந்து போகிறோம் அந்த மாதிரி இருக்குது. ஸோ நிறைய நம்ம உங்களுக்கு தெரியும் அந்த மாதிரி ஐட்டம்ஸ் எல்லாம் நிறைய ரெஸ்ட்ரிக்ட் பண்ணியிருக்கோம். எஸ்பெஷலி ரெஸ்ட்ரிக்ட் பண்ணாத ஐட்டம்ஸ் எல்லாம் இருக்குது. பட் எஸ்பெஷலி அந்த பிளாஸ்டிக் எல்லாம் கண்டிப்பாக யூஸ் பண்ணக்கூடாது. ലെസ് ആൻഡ് ലെസ് പ്ലാസ്റ്റിക് യൂസ് பண்ணால் നമുക്കും എൻവയോൺമെൻറ്റിനും நல்லா இருக்குது. സുരക്ഷാ സംവിധാനമടക്കം ഇത്തവണ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായിരിക്കും. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ കുമളിയിൽ നിന്നും കട്ടപ്പന വഴി ഗതാഗതം തിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇടുക്കി, തേനി എസ്.പിമാരും വ്യക്തമാക്കി. തമിഴ്നാട് പോലീസുമായിട്ട് ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ ഫോം ചെയ്യും. അതുകൊണ്ട് ബേസിക് തലത്തിലുള്ള താഴെ തലത്തിൽ പെട്ടെന്ന് തന്നെ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സുള്ള നീക്കങ്ങൾ അതിനകത്ത് നടത്താൻ പറ്റും. ഒരു സ്മൂത്ത് ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ആ സ്മൂത്ത് ഫ്ലോ ഹിൻഡർ ചെയ്യാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. என்னென்ன ஃபெசிலிட்டிஸ் வேணுமோ எங்களுக்கு மாவட்ட நிர்வாகத்தை கண்டு வேண்டும்னா நாங்கள் அதுக்கு உதவி பண்ணுறதுக்கு தயாராக இருக்கிறோம். எந்த ஸ்டேஷன்லையும் ஹெல்ப் பண்ணுறதுக்கு போலீஸ் இருக்கிறாங்க. കുടിവെള്ളം, ഗതാഗതം, മെഡിക്കൽ സംഘത്തിന്റെ സേവനം, ആംബുലൻസ് സർവീസ് എന്നിവയടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നേ ഒരുക്കുന്നതിനാണ് രണ്ട് ജില്ലാ ഭരണകൂടങ്ങളുടെയും തീരുമാനം. സിറ്റി വിഷൻ, കുമളി.